സ്ത്രീ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ആരോപണ വിധേയരാകുന്നതിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. പി.ടി. ചാക്കോ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെയുള്ള ലിസ്റ്റിലെ പല പേരുകളും ഞെട്ടിപ്പിക്കുന്നതാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ലൈംഗികാരോപണങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇരുത്തമെന്ന നേതാവായ പി.ടി. ചാക്കോയിൽ നിന്ന് തുടങ്ങുന്നതാണ് കോൺഗ്രസിലെ സ്ത്രീപീഡനത്തിന് പുറത്തായവരുടെ പട്ടിക. 1963 ഡിസംബർ 8 പി.ടി. ചാക്കോ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കാറിൽ മന്ത്രിക്കൊപ്പം ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു എന്ന ആരോപണം ചെന്നെത്തിയത് ചാക്കോയുടെ രാജിയിലേക്കും രാഷ്ട്രീയ ജീവിതത്തിന്റെ പടിയിറക്കത്തിലേക്കുമായിരുന്നു. 1995-96 എ.കെ. ആന്റണി മന്ത്രിസഭയുടെ കാലത്തും സ്ത്രീപീഡന പരാതി സർക്കാരിനെ പിടിച്ചുലച്ചു. മന്ത്രിമാരായിരുന്ന ജി. കാർത്തികേയനും കടവൂർ ശിവദാസനുമെതിരെയായിരുന്നു സ്ത്രീപീഡന പരാതി ഉന്നയിച്ചത്. പരാതി ഉന്നയിച്ച കത്തുകൾ മന്ത്രിസഭയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കി. ഈ കാലയളവിൽ തന്നെ വിവാദമായ സൂര്യനെല്ലി കേസും പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ വെട്ടിലാക്കി. കോൺഗ്രസ് എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന പി.ജെ. കുര്യന്റെ പേര് സൂര്യനെല്ലി പീഡന കേസുമായി ബന്ധപ്പെട്ട് വന്നത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. മുൻമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും 2 തവണയാണ് ആരോപണങ്ങൾ ഉയർന്നത്. ഒരു സ്ത്രീയുമായി ട്രെയിനിൽ യാത്ര ചെയ്തു എന്നതായിരുന്നു ആദ്യ ആരോപണം. അത് താനാണെന്ന് ഭാര്യ മറിയാമ്മ പറഞ്ഞതോടെ ആ വിവാദം കെട്ടടങ്ങി. പിന്നീട് വന്നത് സോളാർ വിവാദ കാലത്തെ ആരോപണങ്ങളും. അത് ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ കളങ്കമേൽപ്പെടുത്തി. എ.പി. അനിൽകുമാർ, കെ.സി. വേണുഗോപാൽ, ഹൈബി ഈഡൻ, അടൂർ പ്രകാശ് തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം സോളാർ കാലത്ത് സ്ത്രീപീഡന കേസിൽ വെട്ടിലായി. ഈ നാണക്കേടിൽ നിന്ന് ഇതുവരെ പാർട്ടി മുക്തമായിട്ടുമില്ല. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനെ വനിതാ പ്രവർത്തകയ്ക്കൊപ്പം പിടികൂടിയതാണ് മറ്റൊരു കേസ്. അനാശാസ്യം ആരോപിച്ച് വീട് വളഞ്ഞ് പിടികൂടി പോലീസിലേപ്പിക്കുകയായിരുന്നു. ഈ കേസിൽ പിന്നീട് ഉണ്ണിത്താൻ കുറ്റവിമുക്തനായെങ്കിലും നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അടുത്ത കാലത്ത് ഏറ്റവും വലിയ വിവാദം സൃഷ്ടിച്ച കേസുകളായിരുന്നു പെരുമ്പാവൂർ എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളിയുടേതും കോവളം എം.എൽ.എ. എം. വിൻസെന്റിന്റേതും. സ്ത്രീപീഡന കേസിൽ എം. വിൻസെന്റ് 1 മാസമാണ് ജയിൽവാസം അനുഭവിച്ചത്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ സ്ത്രീപീഡന കേസിൽ വലിയ നാണക്കേടാണ് ഉണ്ടാക്കി തീർത്തത്. ഈ നിലയിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും എത്തുന്നത്. പൊതുവെ പുഞ്ചിരിയുടെ മുഖമണിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാപട്യം വലിയ ഞെട്ടലാണ് കേരള ജനതയ്ക്കുണ്ടാക്കിയത്. രാഹുലിന്റെ സ്വഭാവ വൈകൃതം പാർട്ടിയിലെ ഉന്നതർക്ക് അറിയാമായിരുന്നിട്ടും സംരക്ഷിച്ചു നിർത്തുന്നതാണ് വീണ്ടും ഇത്തരം സംഭവം ആവർത്തിക്കാൻ കാരണം. രാഹുലിനെതിരായി ശക്തമായ നടപടിയാണ് എടുത്തതെന്ന് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുമ്പോഴും സ്ത്രീപീഡകരെ സംരക്ഷിച്ച നിലപാടാണ് കോൺഗ്രസിന്റേതെന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. എം. വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും എം.എൽ.എമാരായി ഇപ്പോഴും തുടരുകയാണ്. പാർട്ടി അംഗത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടം പടിയിറങ്ങിയെങ്കിലും എം.എൽ.എ. സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്ത്രീവിരുദ്ധ സമീപനത്തിന് ഒരു ഉദാഹരണം കൂടിയാണ്. ജനം, തിരുവനന്തപുരം.